ശ്രീധുവിന്റെ അമ്മയ്ക്ക് വാണിംഗുമായിട്ട് ബിഗ് ബോസ്. എന്താണ് ലൈവിൽ സംഭവിച്ചത്? ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവില് ഇപ്പോൾ ബിഗ് ബോസ് ഒരു താക്കീത് ശ്രീധുവിന്റെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു താക്കീത് കൊടുക്കേണ്ടി വന്നത് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. എന്താണ് ലൈവിൽ സംഭവിച്ചതെന്ന് നോക്കാം. എന്തായാലും ശ്രീധുവിന്റെ അമ്മ വന്നപ്പോ തൊട്ട്, അതായത് ശ്രീധുവിനെ അവരുടെ ഗെയിം മോശമാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ വിസിബിൾ ആവുന്നില്ല, എല്ലാ രീതിയിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് രാത്രി നല്ല രീതിയിൽ കടന്നുറങ്ങണം, അതൊരു നല്ല കാര്യം തന്നെയാണ്. രാത്രി നല്ല കടന്നുറങ്ങണം, വൈബ്രന്റ് ആയിട്ട്. പക്ഷെ അവർ ആ ഗെയിമിനെ, അതായത് ഒരു പ്രഷർ കുക്കർ ബബിളിൽ ഒരു 60-65 ദിവസം നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അവരുടെ അമ്മയെ കാണുമ്പോൾ അവർക്ക് കിട്ടേണ്ട ആ ഒരു പോസിറ്റിവിറ്റിയിൽ നിന്ന് അതൊരു നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. അത് തന്നെയായിരിക്കാം ബിഗ് ബോസ് അങ്ങനെ ഒരു വാണിംഗ് കൊടുക്കുന്നത്. ഇവിടെ മത്സരാർത്ഥിയുടെ ആ ഒരു പോരാട്ട വീര്യം തകർക്കാനല്ല, അല്ലെങ്കിൽ ആ ഒരു അവരുടെ സ്ട്രെസ് കൂട്ടാൻ വേണ്ടിയിട്ടല്ല അവരുടെ മാതാപിതാക്കളെയോ അമ്മേനെയോ ഒക്കെ കൊണ്ടുവരുന്നത്. അവർക്ക് ഒരു പോസിറ്റീവ് ഫീൽ കിട്ടി അവർക്ക് കൂടുതൽ ഊർജ്ജത്തോടു കൂടി ബിഗ് ബോസ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ ഓൾറെഡി ഒരു സ്ട്രെസ്സിലും ടെൻഷനിലും ഒക്കെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് ബിഗ് ബോസ് അവിടെ വാൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു സ്ട്രെസ് കത്തിച്ചു കളയാനാണ്, അല്ലെങ്കിൽ സ്ട്രെസ് ബേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് ഇല്ലാണ്ടാക്കാൻ. നിങ്ങൾ ഇവിടെ മത്സരാർത്ഥി മോശമാണ് 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 എന്ന് അവരുടെ ഇങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അവരെ പിന്നോട്ട് നയിക്കാനാണ് തോന്നുക. അതായത് ഇത്രയും സ്ട്രെസ്സിൽ കിടക്കുന്നുണ്ട്. ഇതിപ്പോ ആദ്യത്തെ ദിവസം ഒരു 10ാമത്തെ ദിവസമൊക്കെ വന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഊർജ്ജസ്വലത. പക്ഷെ ഇത് ഈ ഒരു മൊമെന്റിൽ വന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ ഗെയിം ഡൗൺ ആവും. ഗെയിം മാത്രമല്ല, മൊത്തം, അതായത് ഞാൻ ചെയ്തത് മൊത്തം തെറ്റായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളും ആ ചിന്തകളും കാര്യങ്ങളും ഒക്കെ വരും. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഇങ്ങനൊരു വാണിംഗ് കൊടുത്ത് ടാസ്ക് ലെറ്റർ വായിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വിളിച്ചത്. പക്ഷെ എന്നാലും ഈ ഒരു വാണിംഗ് ബിഗ് ബോസ് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് ശ്രദ്ധിക്കാൻ എന്തായാലും പറയുന്നുണ്ടായിരുന്നു. അവരുടെ മനോവീര്യത്തെ കെടുത്തരുത്. ഒരു മാതാപിതാക്കളെയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇവരൊക്കെ കൊണ്ടുവരുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ പോരാട്ട വീര്യം കൂട്ടാൻ വേണ്ടിയിട്ടും ഇനി ഒരു ഫിനാലയിലേക്കുള്ള ആ ഒരു സംഭവം ഒരു ബൂസ്റ്റപ്പ് കിട്ടാനാണ്. ഇപ്പം നമ്മളത് നെഗറ്റീവായിട്ട് നമുക്കത് കൺവേ ചെയ്യാൻ രണ്ട് രീതിയുണ്ട്. നല്ല ചിരിച്ചും കളിച്ചും അത് അങ്ങനെയല്ല, അപ്പം അവർക്ക് ആ കണ്ടസ്റ്റന്റിന് ആ ഒരു ഫീൽ കിട്ടും, അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഇതാവും. പക്ഷെ ഇതിവിടെ നേരെ ഓപ്പോസിറ്റ് രീതിയിൽ പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓൾറെഡി ഒരു സ്ട്രെസ് ബസ്റ്റിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും ആ ഒരു നെഗറ്റീവ് ചിന്തയിലേക്ക് പോകും, ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കും. സോ അത് അവരെ ഗെയിമിനെ വീണ്ടും തളർത്തേ ചെയ്യുള്ളൂ, ഓട്ടോമാറ്റിക്കലി അവരെ തളർത്തേ ചെയ്യുള്ളൂ. പിന്നെ ഇനി എന്ത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതൊരു അതായത് വിസിബിൾ ആവാൻ ശ്രമിക്കുന്നൊക്കെ പറയുന്നത് അതൊരു ഫേക്ക് ആയിട്ട് മാറും. ഒരു റിയൽ ജെന്യുവിൻ പേഴ്സണെ ഒരു ഫേക്ക് പേഴ്സൺ പോലെ മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് കാണുന്ന പ്രേക്ഷകനാണെങ്കിലും തോന്നും ഇവർ ഇത്രയും നാളിങ്ങനെ ആയിരുന്നല്ലോ, ഇപ്പം അവർ പറഞ്ഞുകൊണ്ട് ഇത് ഫേക്ക് ആറ്റിറ്റ്യൂഡ് ഇടാണ്. സോ ഒരു ആ ജെന്യുവിനിറ്റി പ്രേക്ഷകനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഇല്ലേ, അത് നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. സോ എന്തായാലും ബിഗ് ബോസ് അവിടെ ഒരു വാണിംഗ് ഇപ്പൊ കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ടാസ്ക് വരാൻ പോവാണ്. ടാസ്ക് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ഗൈസ്.